സിനിമാ സമരം പ്രതിസന്ധിയിലേക്ക്. സമരം ഉപേക്ഷിക്കണമെന്ന് ഒരു വിഭാഗം നിർമ്മാതാക്കൾ. സംഘടനാ പ്രസിഡന്റ് ആന്റോ ജോസഫിന് ഒരു വിഭാഗം നിർമ്മാതാക്കൾ കത്ത് നൽകും. ആന്റണി പെരുമ്പാവൂരിന്റെ നേതൃത്വത്തിലാണ് നീക്കം. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആസിഫ് മുഹമ്മദ് ചേരുകയാണ്. ആസിഫ്, നിർമ്മാതാക്കളുടെ സംഘടന പിളരുന്ന സാഹചര്യത്തിലേക്കാണോ പോകുന്നത്? സുരേഷ് കുമാർ ആരോടും ആലോചിക്കാതെ ഒരു സമരപ്രഖ്യാപനം നടത്തി എന്ന മട്ടിലായിരുന്നു ആന്റണി പെരുമ്പാവൂരിൻ്റെ അടക്കം പ്രതികരണങ്ങൾ. അത് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് പൃഥ്വിരാജ് ഷെയർ ചെയ്യുന്നത് കണ്ടു. ഇത് കാണുമ്പോൾ നിർമ്മാതാക്കളുടെ സംഘടന രണ്ട് തട്ടിലാണ് എന്നുള്ള കാര്യം ആർക്കും വ്യക്തമാകും. ആരൊക്കെ ഏതൊക്കെ പക്ഷത്താണ് ഇപ്പോൾ ഉള്ളത്? ഈ വിഷയത്തിൽ എന്താണ് തുടർ നീക്കങ്ങൾ? ലക്ഷ്മി, തീർച്ചയായും നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ട് വിതരണക്കാരുടെയും തിയേറ്റർ ഉടമകളുടെയും അടക്കം നിർമ്മാതാക്കളുടെ സംഘടനാ പ്രതിനിധികളും ഈ ഒരു യോഗത്തിൽ പങ്കെടുത്തിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇവർ പറയുന്ന, അതായത് നിർമ്മാതാക്കൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് ആദ്യം തന്നെ നിർമ്മാതാക്കളുടെ സംഘടനയിൽ അതൊരു വിപുലമായ ഒരു യോഗം ചേർന്ന് ആ ഒരു അഭിപ്രായം രൂപപ്പെടുത്തി എടുക്കണമായിരുന്നു എന്നുള്ളതാണ്. അത്തരത്തിലൊരു അഭിപ്രായ രൂപീകരണം ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഈ ആന്റോ ജോസഫ് അടക്കം ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഈ ജി സുരേഷ് കുമാർ, സംഘടനയുടെ വൈസ് പ്രസിഡന്റായ ജി സുരേഷ് കുമാർ ഇത്തരത്തിൽ ഈ ഒരു സംഘടനയുടെ കാര്യങ്ങൾ വിശദീകരിക്കാനായി എത്തിയത് എന്നും, അതുപോലെ തന്നെ പല കാര്യങ്ങളിലും ആവശ്യമില്ലാത്ത കാര്യങ്ങളിലടക്കം അഭിപ്രായം പറഞ്ഞുമെന്നുമുള്ള ഒരു അഭിപ്രായമാണ് ഒരു വിഭാഗം നിർമ്മാതാക്കൾക്ക് ഉള്ളത്. അത് ഇന്നലെ ആന്റണി പെരുമ്പാവൂർ അത് തുറന്നു പറയുമ്പോൾ അതൊരു ആന്റണി പെരുമ്പാവൂരിൻ്റെ മാത്രം നീക്കമായോ ആ അഭിപ്രായമായോ നമുക്ക് കാണാൻ കഴിയില്ല. പ്രധാനമായും സിനിമയിൽ പ്രധാനപ്പെട്ട അഭിനേതാക്കളുടെ പല ആളുകളുടെയും പേരിലുള്ള നിർമ്മാണ കമ്പനികളുണ്ട്. അവരടക്കമുള്ളവർ ഈ ഒരു അഭിപ്രായവുമായി യോജിക്കുന്നവരല്ല എന്നുള്ളത്, അതായത് സുരേഷ് കുമാർ നടത്തിയ അഭിപ്രായവുമായി യോജിക്കുന്നവരല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ലക്ഷ്മി ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു സമരം ഉപേക്ഷിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷേ പുതിയ ഒരു നിർമ്മാതാക്കളുടെ സംഘടന കൂടി മലയാള സിനിമയിൽ വരാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. അതിന് ഈ പ്രധാനമായും ഈ അഭിനേതാക്കൾ, അതായത് പ്രധാനപ്പെട്ട സിനിമാ താരങ്ങൾ അടക്കമുള്ളവർ, അവർക്ക് പല ആളുകൾക്ക് ഇവരടക്കമുള്ളവർ ചേർന്നുകൊണ്ട് അത്തരത്തിലൊരു ഒരു പുതിയൊരു നിർമ്മാതാക്കളുടെ ഒരു സംഘടന രൂപീകരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുമെന്ന് നമുക്ക് ഒരു പക്ഷേ സംശയിക്കേണ്ടി വരും. അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട ഈ സമരം ഉപേക്ഷിക്കണം എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു വിഭാഗം നിർമ്മാതാക്കൾ ഈ സംഘടനാ പ്രസിഡന്റായ ആന്റോ ജോസഫിന് കത്ത് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായും ആവശ്യപ്പെടുക, ഇത്തരത്തിൽ സമരം പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ തന്നെ വിപുലമായ ഒരു ആലോചന ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവണം. മാത്രമല്ല, നിലവിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളടക്കം ഒന്നുകൂടി ആലോചിച്ച് മാത്രമേ ഈ സമരപ്രഖ്യാപനത്തിലേക്ക് അടക്കം പോകാൻ കഴിയുള്ളൂ. കാരണം സിനിമാ മേഖലയെ ഒന്നാകെ സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള ഒരു സമരവുമായി സഹകരിക്കാൻ തങ്ങൾക്ക് കഴിയില്ല എന്ന നിലപാടെടുക്കുന്ന നിർമ്മാതാക്കൾ അടക്കമുള്ളവർ ഇപ്പോൾ കൂടുതൽ സജീവമായി വരികയാണ്. ഏതായാലും ആന്റണി പെരുമ്പാവൂർ അടക്കമുള്ളവർ ചൂണ്ടിക്കാണിച്ചിരുന്നത് തങ്ങളോടക്കം ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നില്ല, സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യമാണ്. മാത്രമല്ല, ഈ 100 കോടി ക്ലബ്ബിൽ എത്തുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഈ സുരേഷ് കുമാർ നടത്തിയ പ്രതികരണങ്ങൾ അത് അപക്വമാണ് എന്നുള്ള ഒരു വിലയിരുത്തൽ അടക്കം പൊതുവെ ഇപ്പോൾ സിനിമാ മേഖലയിൽ നിന്ന് ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഒരു വിഭാഗം നിർമ്മാതാക്കൾ ഇപ്പോൾ എന്തായാലും ആന്റണി പെരുമ്പാവൂരിൻ്റെ നേതൃത്വത്തിൽ ആന്റോ ജോസഫിനെ കണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ വേണമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടും. അത്തരത്തിലൊരു തീരുമാനങ്ങളൊന്നും ഉണ്ടാകാതെ സമരവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ നിർമ്മാതാക്കളുടെ സംഘടന പിളരാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. അങ്ങനെ ഒരു പുതിയ സംഘടന രൂപീകരിക്കാനുള്ള ശ്രമവും ഇതിൻ്റെ ഭാഗമായി ഒരുപക്ഷെ ഉയർന്നു വരും. അത് ഈ ആന്റോ ജോസഫ് നേതൃത്വം നൽകുന്നത് കൊണ്ട് അതിന് തടയിടാൻ ആവശ്യമായുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യവും ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ നിർമ്മാതാക്കളുമായി കൂടിയാലോചിച്ചുകൊണ്ട് മാത്രമായിരിക്കും ഇനി ഈ സിനിമാ സമരവുമായി മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുക. ലക്ഷ്മി. ആസിഫ് മുഹമ്മദാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.